എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഗുഡ് ഈവനിങ്. ഫസ്റ്റ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓക്കെ. കഴിഞ്ഞ JRF ക്ലബ് സെഷൻസ് ഒക്കെ എല്ലാവരും റിവൈസ് ചെയ്ത് അടിപൊളിയായിട്ടാണല്ലോ വന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ. അശ്വതി മാത്രം റിവൈസ് ചെയ്തിട്ടുള്ളോ? വേറെ ആരും റിവൈസ് ചെയ്തില്ലേ? അരവിന്ദ് റിവൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ വേറെ ആരും ഇല്ല. വേറെ ആരും ഒന്നും പഠിച്ചിട്ടില്ല അല്ലേ? ഓക്കെ. സോ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മൾ BOP റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ കോമ്പോസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീൽ ചെയ്തു. സോ ഇന്ന് നമ്മൾ നമ്മുടെ JRF ക്ലബിന്റെ 5th സെഷൻ ആണ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നിങ്ങൾ കഴിഞ്ഞ ബാലൻസ് ഓഫ് പേയ്മെന്റ് റിവൈസ് ചെയ്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ. അതായത് ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി എത്രത്തോളം നിങ്ങൾ അത് കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ആരൊക്കെ ക്ലാസ് ലൈവായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണേ. റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. റിവൈസ് ചെയ്തു, ലൈവ് അറ്റൻഡ്, ദെൻ ലൈവ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അറ്റൻഡ്. ഓക്കെ. 64 പേര് ക്ലാസ്സിൽ ഉണ്ടായിട്ട് ഈ 4-5 പേരെ റിവൈസ് ചെയ്തിട്ടുള്ളൂ എന്നാണോ അതിന്റെ അർത്ഥം? ഓക്കെ. നിങ്ങൾ അടിപൊളിയായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് JRF ക്ലബ് അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കഴിഞ്ഞ 4 സെഷൻസിൽ നല്ല അടിപൊളിയായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുള്ള ആൾക്കാരായിരുന്നു. പക്ഷെ എന്താണ് നിങ്ങൾ ഇപ്പൊ റെസ്പോണ്ട് ചെയ്യാത്തത് എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ പറഞ്ഞതാണ്. സോ നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ വിസിബിൾ ആണോ എന്ന് പറയണോ കേട്ടോ. നമ്മൾ BOPന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ആയിരിക്കും ഇന്ന് ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. സ്ക്രീൻ കാണുന്നുണ്ടോ? യെസ്. ഓക്കെ. അപ്പം എല്ലാ ദിവസവും ഞാൻ പറയുന്ന പോലെ ഞാൻ സ്ക്രീന് കാണിക്കും, ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ ജൂൺ 2025 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അപ്രോച്ചസ് ടു BOP എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ കുറെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഏതൊക്കെയോ 1-2 എണ്ണം അറിഞ്ഞാൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. യെസ്. ആൻസേഴ്സ് പോരട്ടെ. യെസ്. എല്ലാരും ബി എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം അല്ലെ. ഓരോ ഓപ്ഷൻസ് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. നിങ്ങൾ ഈ അപ്രോച്ചസ് ടു BOP എന്ന് കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ BOPയിലെ ഡിസിക്വിലിബ്രിയം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര അപ്രോച്ചസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? എത്ര അപ്രോച്ചസ് നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്? അല്ലെങ്കിൽ എത്ര അപ്രോച്ചസ് നമ്മൾ റെക്കോർഡ് സെഷൻസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഒന്ന് നമുക്ക് 3 അപ്രോച്ചസ് ആണ് അല്ലെ. യെസ്. മാർഷൽ ലേണർ കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഏതാ പഠിച്ചിട്ടുള്ളത്? മാർഷൽ ലേണർ കണ്ടീഷൻ അല്ലാണ്ട് ഇൻകം അബ്സോർപ്ഷൻ അപ്രോച്ച് നമ്മൾ റെക്കോർഡ് സെഷൻസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നെക്സ്റ്റ് മോണിറ്ററി അപ്രോച്ച് അല്ലെ. ഈ 3 അപ്രോച്ചുകളാണ് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റിലുള്ള ഡിസിക്വിലിബ്രിയത്തിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലി പഠിച്ചിട്ടുള്ളത്.
പക്ഷെ ഈ 3 അപ്രോച്ചുകൾ അല്ലാതെ നമുക്ക് 1-2 അപ്രോച്ചുകൾ കൂടി വിസിബിൾ ആണ്. അപ്പം അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ബി ആണ് ആൻസർ എന്ന് പറഞ്ഞു. നമുക്കിതിൽ ഓരോ ഓപ്ഷൻസും ഒന്ന് ജസ്റ്റ് എടുത്തിട്ട് അനലൈസ് ചെയ്ത് നോക്കാം കേട്ടോ, എങ്ങനെയൊക്കെയാണ് ഈ ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് എന്ന്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നമ്മൾ ആദ്യം മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിച്ചിട്ടുള്ളത് ഇൻകം ഇൻഡ്യൂസ്ഡ് അഡ്ജസ്റ്റ്മെന്റ് പ്രോസസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ അധികം കേട്ട് പരിചയമില്ലാത്ത ഒരു ടേം ആണ്, അല്ലെങ്കിൽ അധികം ടേം അല്ല, അധികം കേട്ട് പരിചയമില്ലാത്ത ഒരു അപ്രോച്ച് ആണ് നമുക്ക് പറയാൻ വേണ്ടിട്ട് പറ്റും. ഓക്കെ, അധികം കേട്ട് പരിചയം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് പോൾ എ സാമുവൽസണുമായിട്ട് റിലേറ്റഡ് അല്ല എന്ന് നമുക്കറിയാം. ഓഫ് കോഴ്സ് ഇത് ജെ.എം. കെയ്ൻസുമായിട്ടാണ് റിലേറ്റഡ്. കാരണം ഇവിടെ നമുക്ക് ഓരോ ഓപ്ഷൻസും അറിയില്ല എങ്കിൽ പോലും ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ തിയറം ആരുമായിട്ട് റിലേറ്റഡ് ആണ് നമുക്കറിയാം, പോൾ എ സാമുവൽസണുമായിട്ട് റിലേറ്റഡ് ആണ് നമുക്കറിയാം. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത്രയും ക്ലിയർ കട്ട് ക്ലാരിറ്റിയിൽ ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ തിയറം പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ഡി ആസ് 1 വരുന്ന ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ, അത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അങ്ങനെ എലിമിനേഷൻ മെത്തേഡിലൂടെ നമുക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ തിയറം വന്നിട്ടുള്ള ഇയർ ഏതായിരുന്നു? നമ്മൾ കഴിഞ്ഞ ദിവസം ക്രോണോളജി ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. വേഗം എല്ലാരും പറഞ്ഞേ. 1948. യെസ്, 1948. യെസ്, 1948 ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ തിയറം 1948 ആണ്. അപ്പം ഡി ആസ് 1 വരുന്നത് ഓർമ്മേ ഉള്ളൂ, നമുക്കത് കൃത്യമായിട്ട് അറിയാം. പക്ഷെ ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇൻകം ഇൻഡ്യൂസ്ഡ് അഡ്ജസ്റ്റ്മെന്റ് പ്രോസസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. അതെന്താണ്? കോൺസെപ്റ്റ് എന്താണ്? നമുക്ക് ജസ്റ്റ് നോക്കാം. അതായത് കെയ്ൻസിന്റെ അഭിപ്രായ പ്രകാരം, അല്ലെങ്കിൽ കെയ്ൻസിന്റെ ഇൻകം എക്സ്പെൻഡിച്ചർ ഫ്രെയിംവർക്ക് പ്രകാരം ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഉണ്ടാക്കുന്ന ഡിസിക്വിലിബ്രിയം എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, നമ്മുടെ നാഷണൽ ഇൻകത്തിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് കൊണ്ട് ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഉണ്ടാക്കുന്ന ഡിസിക്വിലിബ്രിയം കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ആര് പറയുന്നത്? കെയ്ൻസ് പറയുന്നത്. ഓക്കെ, നമ്മൾ നോർമലി എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ഇപ്പം മോണിറ്ററി അപ്രോച്ച് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മാർഷൽ ലേണർ കണ്ടീഷൻസ് പഠിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്? ആ ഒരു എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാക്കുന്ന ഡിഫറൻസിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ റിലേറ്റീവ് പ്രൈസ് ചേഞ്ചിൽ ഉണ്ടാക്കുന്ന ഡിഫറൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട്, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിവാലുവേഷനും റിവാലുവേഷനും ഒക്കെ സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ BOP ഡിസിക്വിലിബ്രിയം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്നാണ് നമ്മൾ നോർമലി പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നാഷണൽ ഇൻകത്തിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് എങ്ങനെയാണ് നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിലെ ഡിസിക്വിലിബ്രിയത്തിനെ കറക്റ്റ് ചെയ്യുന്നത് എന്ന് ആരാണ് പറഞ്ഞത്? കെയ്ൻസിന്റെ അഭിപ്രായ പ്രകാരമാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യാം, സപ്പോസ് കൺട്രി ഡെഫിസിറ്റ് ആണ് ഫേസ് ചെയ്യുന്നത്, അതായത് ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഡെഫിസിറ്റ് ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഡെഫിസിറ്റ് ആണ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ മീൻ ചെയ്യുന്നത് എന്താണ്? ഇമ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പോർട്ട്. ഓക്കെ, ഇമ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പോർട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റും? ഔട്ട്ഫ്ലോ ഓഫ് മണി ഈസ് ഗ്രേറ്റർ ദാൻ ഇൻഫ്ലോ. ഓക്കെ, ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കുക എന്നല്ലേ അർത്ഥം. ഓക്കെ, അപ്പം ഇമ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പോർട്ട് എന്നാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ കറന്റ്ലി നമ്മുടെ കൺട്രി ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റിലാണ് നിൽക്കുന്നത് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം ദിസ് ഡെഫിസിറ്റ് കോസ് എ ലോസ് ഓഫ് ഫോറിൻ റിസർവ്സ് ആൻഡ് എ റിഡക്ഷൻ ഇൻ മണി സപ്ലൈ. ഇത് എന്തുകൊണ്ടാണ് രസന ഇങ്ങനെ ഒരു റിഡക്ഷൻ ഇൻ ഫോറിൻ റിസർവ്സ് ആൻഡ് റിഡക്ഷൻ ഇൻ നമ്മുടെ മണി സപ്ലൈ എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? രസന, അറിയില്ല. ഓക്കെ, ആർക്കെങ്കിലും അറിയോ? എക്സ്പോർട്ട് കുറവായ കാരണം ഫോറിൻ റിസർവ് കുറയും, ഇമ്പോർട്ട് കൂടുതൽ കാരണം മണി സപ്ലൈ കുറയും. അങ്ങനെയാണോ? അതായത് ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധനം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് നമ്മൾ എന്തിന്റെ ടേമിലാ പേ ചെയ്യുന്നത്? ഫോറിൻ കറൻസിന്റെ ടേമിലല്ലേ പേ ചെയ്യുന്നത് അല്ലേ? ഇമ്പോർട്ടിന് നമ്മൾ പേയ്മെന്റ് നടത്തുന്നത് ഫോറിൻ കറൻസിന്റെ ടേംസിലല്ലേ? ഓക്കെ, അപ്പം ഇമ്പോർട്ട് കൂടുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോറിൻ റിസർവ്സ് കുറയുക എന്നല്ലേ അതിന്റെ അർത്ഥം? ആണോ? ആണോ? ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. യെസ്, അതാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ ഫോറിൻ റിസർവ്സ് കുറഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണ്? ഓവറോൾ നമ്മുടെ മണി സപ്ലൈയിൽ അവിടെ ഒരു റിഡക്ഷൻ
സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ നാഷണൽ ഇൻകത്തിന് എഫക്ട് ചെയ്യുക എന്നാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം മണി സപ്ലൈ കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആൾക്കാരുടെ കയ്യിൽ ഉണ്ടാകുന്ന പൈസ റെഡ്യൂസ് ചെയ്യുന്നു എന്നാണല്ലോ അതിന്റെ മീനിങ്. സോ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യുമോ, അല്ലെങ്കിൽ നമ്മൾ ഫർദർ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തുമോ? ഇല്ല. ദ ഫാൾ ഇൻ മണി സപ്ലൈ റെഡ്യൂസസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. അഗ്രിഗേറ്റ് ഡിമാൻഡും ഇൻവെസ്റ്റ്മെന്റും കുറയാൻ എന്ത് കാരണമാകുന്നു? മണി സപ്ലൈയിൽ ഉണ്ടാക്കുന്ന ആ ഒരു കുറവ് അതിന് കാരണമാകുന്നു. ഓക്കെ, അപ്പൊ മണി സപ്ലൈ കുറഞ്ഞത് കൊണ്ട് അഗ്രിഗേറ്റ് ഡിമാൻഡും ഇൻവെസ്റ്റ്മെന്റും കുറഞ്ഞു. ഓക്കെ, അഗ്രിഗേറ്റ് ഡിമാൻഡും ഇൻവെസ്റ്റ്മെന്റും കുറഞ്ഞു എന്ന് പറയുമ്പം അവിടെ മൊത്തത്തിലുള്ള ഓവറോൾ എഫക്റ്റ് ആണ് നമ്മുടെ നാഷണൽ ഇൻകം ഫോൾ ചെയ്തു എന്നല്ലേ അതിന്റെ അർത്ഥം? ആണോ? യെസ്, നാഷണൽ ഇൻകം ഫോൾ ചെയ്തു എന്നാണ് അതിന്റെ മീനിങ്. ഇനി ഇമ്പോർട്ട് എന്ന് പറയുന്നത് എന്തിന്റെ ഫംഗ്ഷൻ ആണ്? ഇമ്പോർട്ട് ആർ ഫങ്ഷൻസ് ഓഫ് ഇൻകം. കാരണം ഇൻകം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇൻകം ഉണ്ടെങ്കിലേ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, നമുക്ക് ഓൾറെഡി അറിയാം. അപ്പം ഇൻകം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇമ്പോർട്ട് കുറയില്ലേ? നമ്മുടെ കയ്യിൽ ഇൻകം ഇല്ല എങ്കിൽ നമ്മൾ പിന്നെ ഫർദർ ആയിട്ട് ഇമ്പോർട്ട് ചെയ്യോ? ഇല്ല. അപ്പം ഈ ഒരു ഇൻകത്തിൽ ഉണ്ടാക്കുന്ന കുറവ് എന്തിനെ ഡിക്ലൈൻ ചെയ്യാൻ കാരണമാകുന്നുണ്ട്? നമ്മുടെ ഇമ്പോർട്ട് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇമ്പോർട്ട് കുറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ എന്താണ്? BOP ഡെഫിസിറ്റ് ആണ് ഫേസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളിപ്പോ പറഞ്ഞു എവിടെ എത്തിയിട്ടുണ്ട്? ഇമ്പോർട്ട് ഡിക്രീസ് ചെയ്തു എന്ന് പറഞ്ഞെത്തിയിട്ടുണ്ട്. അപ്പം ഇമ്പോർട്ട് ഫാൾ ചെയ്തു അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡിക്രീസ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? ആ BOP ഉണ്ടാകുന്ന ഡെഫിസിറ്റ് കുറഞ്ഞ് ഇവഞ്ച്വലി നമ്മുടെ ഇക്വിലിബ്രിയത്തിലേക്ക് റീസ്റ്റോർ ചെയ്യപ്പെടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇതേപോലെ തന്നെയാണ് എവിടെയും വരുന്നത്? സർപ്ലസിന്റെ കേസിലും വരുന്നത്. ഓക്കെ, നിങ്ങൾ ഇപ്പൊ ഡെഫിസിറ്റിന്റെ കേസ് ഓർത്ത് വെക്കുക. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എവിടെ വരും? സർപ്ലസിന്റെ കേസിൽ വരുമെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ BOP സർപ്ലസ് ആണെന്ന് പറയുമ്പോൾ ഇൻകം എക്സ്പാൻഡ് ചെയ്യുന്നു. ഇൻകം കൂടുതലുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഇമ്പോർട്ട് കൂടുകയാണ് ചെയ്യുന്നത്. അതായത് അവിടെ എന്താണ് സർപ്ലസ് എന്ന് പറയുമ്പോൾ എക്സ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഇമ്പോർട്ട് എന്നായിരുന്നു. അപ്പൊ നമ്മുടെ ഇക്വിലിബ്രിയത്തിലേക്ക് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇൻകം എക്സ്പാൻഡ് ചെയ്തു, അതനുസരിച്ച് ഇമ്പോർട്ട് കൂടി ആ ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് റീസ്റ്റോർ ചെയ്തു. നിങ്ങൾക്ക് ഡെഫിസിറ്റിന്റെ കേസ് ഓക്കെ ആണോ? ഡെഫിസിറ്റിന്റെ കേസാണ് നമുക്ക് നോർമലി ആവശ്യമുള്ളത്. അത് നിങ്ങൾക്ക് ഓക്കെ ആണോ? ആർക്കെങ്കിലും ഓക്കെ അല്ലെങ്കിൽ ചോദിക്കണം. ഐ വിൽ എക്സ്പ്ലെയിൻ അഗെയിൻ. ഒന്നുകൂടെ, എവിടെയാ രസനിക്ക് കത്താത്തത്? ഒന്നും കത്തിയിട്ടില്ല. ഇത് നമ്മൾ ഇത്രയും നാള് ഇതിനു മുമ്പ് ആരെങ്കിലും ഈ ഒരു ഇൻകം ഇൻഡ്യൂസ്ഡ് അഡ്ജസ്റ്റ്മെന്റ് പ്രോസസ് പഠിച്ചവരുണ്ടോ? എനിവൺ? PGക്ക് പഠിച്ചിട്ടുണ്ട്. PGക്ക് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ, ഇത് നോർമലി നമ്മുടെ സാൽവട്ടോറിന്റെ ബുക്കിലൊക്കെ കാണുന്ന ഒരു അപ്രോച്ച് ആണ്. പക്ഷെ നമ്മൾ അധികം ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഇവർ ഈ ഇങ്ങനത്തെ ഒരു സാധനം ചോദിക്കുന്നത്. അപ്പൊ മേ ബി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഫർദർ ആയിട്ട് ഇത് ചോദിക്കാം. ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ നോർമലി നമ്മളെ BOP ഉണ്ടാക്കുന്ന ഡെഫിസിറ്റ് കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ്ചേഞ്ച് റേറ്റിലുള്ള ഡിഫറൻസസ് വഴിയാണ് അല്ലെ? ഡിവാലുവേഷൻ ആക്കിയ വഴിയാണ് നമ്മുടെ, അല്ലെങ്കിൽ ഡിവാലുവേഷൻ റിവാലുവേഷൻ ഒക്കെ വഴിയാണ് നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിലുള്ള ആ ഒരു ഡിസിക്വിലിബ്രിയം നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. പക്ഷെ കെയ്ൻസ് കൊണ്ടുവന്നിട്ടുള്ള അപ്രോച്ചിന്റെ പേരാണ് ഇൻകം ഇൻഡ്യൂസ്ഡ് അഡ്ജസ്റ്റ്മെന്റ് പ്രോസസ്. അതായത് ഇവിടെ നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റിലുള്ള ഡിസിക്വിലിബ്രിയം കറക്റ്റ് ചെയ്യുന്നത് നാഷണൽ ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മൂലമാണ്. ഇത്രയും ക്ലിയർ ആണോ? റസന ആൻഡ് മൈമൂന സമദ് രണ്ടുപേരും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ രസന? യെസ്, ഓക്കെ. ഇനി നമ്മൾ അസ്യൂം ചെയ്യാം നമ്മുടെ കൺട്രി കറന്റ്ലി ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് ആണെന്ന് വിചാരിക്കുക. ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഇമ്പോർട്ട് എക്സ്പോർട്ടിനെക്കാട്ടിലും കൂടുതലാണ് എന്നാണ്. അപ്പം ഇമ്പോർട്ട് കൂടുതലാണ്, എക്സ്പോർട്ട് കുറവാണ് എന്ന് പറയുമ്പോൾ ഈ ഇമ്പോർട്ടിന് വേണ്ടിയിട്ട് ഇമ്പോർട്ട് നമ്മൾ എന്തിന്റെ ടേംസിലാണ് പേ ചെയ്യുന്നത്? ഫോറിൻ കറൻസിയുടെ ടേംസിലാണ് പേ ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മുടെ ഫോറിൻ റിസർവ്സ് കുറക്കാൻ വേണ്ടിയിട്ട് കുറക്കുന്നു. ഫോറിൻ റിസർവ്സ് കുറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മുടെ ഓവറോൾ നമ്മുടെ മണി സപ്ലൈ
എന്താകുന്നു? റെഡ്യൂസ് ചെയ്തു. മണി സപ്ലൈ കുറഞ്ഞു എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ കയ്യിൽ ഫർദർ ആയിട്ട് മണി ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മണി ഉണ്ടെങ്കിലല്ലേ നമ്മൾ ഡിമാൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ മണി സപ്ലൈ ഫാൾ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കുറഞ്ഞു. അപ്പം നമ്മുടെ ഓവറോൾ നമ്മുടെ നാഷണൽ ഇൻകം ഫോൾ ചെയ്തു. ഓക്കെ, അപ്പൊ നാഷണൽ ഇൻകം ഫാൾ ചെയ്തു നമ്മൾ പറഞ്ഞു. ഇൻകം നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ നമ്മൾ പിന്നെ ഫർദർ ആയിട്ട് ഇമ്പോർട്ട് ചെയ്യോ? ഇല്ല. ഇമ്പോർട്ട് എന്ന് പറയുന്നത് എന്തിന്റെ ഫംഗ്ഷൻ ആണ്? ഇൻകത്തിന്റെ ഫംഗ്ഷൻ ആണ്. ഇമ്പോർട്ട്സ് ആർ ഫംഗ്ഷൻ ഓഫ് ഇൻകം. ഓക്കെ, അപ്പം ഇൻകം കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് എന്തിന് കാരണമാകുന്നു? ഇമ്പോർട്ട് ഫാൾ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാകുന്നു. അപ്പം ഇമ്പോർട്ട് കുറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഉണ്ടാക്കുന്ന ഡെഫിസിറ്റ് കുറച്ച് എന്താകുന്നു? നമ്മുടെ ആ ഒരു ഡെഫിസിറ്റ് നമ്മുടെ ഇക്വിലിബ്രിയത്തിലേക്ക് റീസ്റ്റോർ ചെയ്യുന്നു. അപ്പൊ സെറ്റ് ആയില്ലേ മൈമുന ആൻഡ് രസ്ന? ഓക്കെ, രസ്ന ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. വോട്ട് മൈമുന? ഓക്കെ. ഓക്കെ, വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, പക്ഷെ നമ്മൾ കുറച്ചൊന്ന് ലോജിക്കലി തിങ്ക് ചെയ്യണം കേട്ടോ. നമ്മൾ കഴിഞ്ഞ 4 സെഷൻസിൽ എടുത്തതിനെക്കാട്ടിലും കുറച്ചൊരു ട്രിക്കി സാധനങ്ങളായിരിക്കും ഇനിയുള്ള സെഷൻസിൽ വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഇത് ഞാൻ എവിടെ നിന്ന് എടുത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാൽവട്ടോറിന്റെ ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. മേ ബി ഇതൊക്കെ വെച്ചിട്ട് ഇനി ചോദിക്കാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇൻ ദ കെയ്നീഷ്യൻ ഇൻകം അപ്രോച്ച്, ദ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇക്വിലിബ്രിയം ഈസ് റീസ്റ്റോർഡ് ഓട്ടോമാറ്റിക്കലി ത്രൂ ദ ചേഞ്ചസ് ഇൻ നാഷണൽ ഇൻകം. അതായത് കെയ്ൻസിന്റെ അഭിപ്രായം പ്രകാരം ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഇക്വിലിബ്രിയം ഓട്ടോമാറ്റിക്കലി എങ്ങനെ റീസ്റ്റോർ ചെയ്യപ്പെടുന്നു പറഞ്ഞത്? നാഷണൽ ഇൻകത്തിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് മൂലം അത് ഇക്വിലിബ്രിയത്തിലേക്ക് റീസ്റ്റോർ ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. ഓക്കെ, എ ഡെഫിസിറ്റ് ഇൻ ബാലൻസ് ഓഫ് പേയ്മെന്റ് ലീഡ്സ് ടു എ കോൺട്രാക്ഷൻ in income and imports until equilibrium is restored. നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള സെയിം കോൺസെപ്റ്റ് ആണ്. While a surplus leads to an expansion in income and imports. ഓക്കെ, കോൺസെപ്റ്റ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യത്തെ മാച്ച് ദ ഫോളോയിങ് ഉള്ള ഓപ്ഷൻ നമുക്ക് കിട്ടി. ഇൻകം ഇൻഡ്യൂസ്ഡ് അഡ്ജസ്റ്റ്മെന്റ് പ്രോസസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് ജെഎം കെയ്ൻസ് ആണ്. ഓക്കെ, കെയ്ൻസിന്റെ ഫേമസ് പുസ്തകം വന്നിട്ടുള്ള ഇയർ ഏതായിരുന്നു? 1936. Yes, 1936. Yes. അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. അടുത്ത ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? അബ്സോർപ്ഷൻ അപ്രോച്ച് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ഇൻകം അബ്സോർപ്ഷൻ അപ്രോച്ച് സിഡ്നി അലക്സാണ്ടർ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ഓൾറെഡി അറിയാം, കാരണം നമ്മൾ കഴിഞ്ഞ JRF ക്ലബിൽ കൃത്യമായിട്ട് അത് ഒരു ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഇൻകം അബ്സോർപ്ഷൻ അപ്രോച്ച് വന്നിട്ടുള്ള ഇയർ ഏതായിരുന്നു? ചാറ്റ് ബോക്സിൽ യെസ് പറഞ്ഞേ. 1952 ആണോ? യെസ്, 1952. ബാക്കിയുള്ളവരൊക്കെ എവിടെ നോക്കി നിൽക്കുവാണ്? ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. യെസ്, 1952. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഇയർ നിങ്ങൾ മറക്കരുത്, കാരണം അത്രത്തോളം ക്രോണോളജി നമ്മൾ എപ്പോൾ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? കഴിഞ്ഞ സെഷനിൽ നമ്മൾ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞു. സോ നമുക്ക് ഇൻകം അബ്സോർപ്ഷൻ അപ്രോച്ച് എന്താണെന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇൻകം അബ്സോർപ്ഷൻ അപ്രോച്ച്. The absorption approach was developed by Sidney S. Alexander in 1952. Okay, 1952 income absorption approach വന്നിട്ടുള്ളത് എന്ന് നമ്മൾ ഓർത്തു വെക്കാം. According to the absorption approach, the balance of payment is the difference between the national income and domestic absorption. Okay, അപ്പം നമ്മുടെ അബ്സോർപ്ഷൻ അപ്രോച്ച് പ്രകാരം എന്താ പറയുന്നത്? ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഇൻകവും ഡൊമസ്റ്റിക് അബ്സോർപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, a nation improve its balance of payment when it increases income relative to absorption. അതെന്താ മീൻ ചെയ്യുന്നത് അശ്വതി? മാം, ബാലൻസ് ഓഫ് നാഷണൽ ഇൻകം ഗ്രേറ്റർ ദാൻ ഡൊമസ്റ്റിക് അബ്സോർപ്ഷൻ ആണെങ്കിൽ അത് സർപ്ലസ് ആയിരിക്കും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പർച്ചേസിങ് ചെയ്യുന്ന സംതിങ് ആൾക്കാരുടെ സ്പെൻഡിങ് റിലേറ്റഡ് ആണോ മാം? സ്പെൻഡിങ് റിലേറ്റഡ് ആണ്, നമുക്ക് ഇൻഡയറക്ട്ലി റിലേറ്റഡ് ആണ് നമുക്ക് പറയാൻ വേണ്ടിട്ട് പറ്റും. അശ്വതി പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ശരിയാണ്. അതായത് ബാലൻസ് ഓഫ് പേയ്മെന്റിൽ എപ്പോഴാണ് ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ വേണ്ടിട്ട് പറ്റുക? ഇൻക്രീസ് ഇൻ നാഷണൽ അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ഇൻകം എന്തിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ, ഡൊമസ്റ്റിക് അബ്സോർപ്ഷനെക്കാട്ടിലും കൂടുതലാണെങ്കിലാണ് നമുക്ക് എന്ത് പറയാൻ വേണ്ടിട്ട് പറ്റുക? ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിട്ട് സാധിക്കാം. ഇനി നിങ്ങൾ ഈ താഴെ എഴുതിയിരിക്കുന്ന സാധനം നോക്കിക്കേ. ദ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ നേഷൻ ഇൻകം ആൻഡ് ഡൊമസ്റ്റിക്
അബ്സോർപ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം കാര്യമാണ്. ഇനി ഈ ഇക്വേഷൻ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടത് കേട്ടോ. ഓക്കെ, ഇവിടെ ബി ഈസ് ഈക്വൽ ടു വൈ മൈനസ് എ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവിടെ ബി എന്താണ്? ബാലൻസ് ഓഫ് പേയ്മെന്റ് ഓൺ കറണ്ട് അക്കൗണ്ട് ആണ്. വൈ എന്ന് പറയുന്നത് നാഷണൽ ഇൻകം ആണ്. എ ആണ് നമ്മുടെ എന്ത്? ഡൊമസ്റ്റിക് അബ്സോർപ്ഷൻ. ഓക്കെ, ഡൊമസ്റ്റിക് അബ്സോർപ്ഷനിൽ എന്തൊക്കെ വരും? സി പ്ലസ് ഐ പ്ലസ് ജി. ഓക്കെ, അതാണ് നമ്മുടെ എന്ത്? ടോട്ടൽ ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. അവിടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ വരും, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ വരും, നമ്മുടെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ വരും. ഇതാണ് എന്ത്? ഡൊമസ്റ്റിക് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇൻകം അബ്സോർപ്ഷൻ അപ്രോച്ച് പ്രകാരം ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്തൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ആണ്? നമ്മുടെ നാഷണൽ ഇൻകവും ഡൊമസ്റ്റിക് അബ്സോർപ്ഷനും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇൻകം, അതായത് നാഷണൽ ഇൻകം നമ്മുടെ ഡൊമസ്റ്റിക് അബ്സോർപ്ഷനെക്കാട്ടിലും കൂടുതലാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ എന്തായിരിക്കും? ദ കൺട്രി പ്രൊഡ്യൂസസ് മോർ ആൻ ഇറ്റ് സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ അവർ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് ക്യാൻ എക്സ്പോർട്ട് ദ എക്സസ്. ഓക്കെ, അപ്പം എക്സസ് ആയിട്ട് അവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ബാലൻസ് ഓഫ് പേയ്മെന്റ് സർപ്ലസിലേക്ക് എത്തും. ഇനി നേരെ ഓപ്പോസിറ്റ് ആണ്, ഇൻകം ഈസ് ലെസ് ദാൻ ഡൊമസ്റ്റിക് അബ്സോർപ്ഷൻ. അത് ഡൊമസ്റ്റിക് അബ്സോർപ്ഷൻ ആണ് അവിടെ കൂടുതൽ എന്ന് വിചാരിക്കുക. ഓക്കെ, കൺട്രി സ്പെൻഡ്സ് മോർ ദാൻ ഇറ്റ്സ് പ്രൊഡ്യൂസർ. ഓക്കെ, പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് അവർ എന്താ ചെയ്യുന്നത്? സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ഇറ്റ് മസ്റ്റ് ഇമ്പോർട്ട് ദ ഡിഫറൻസ്, ദ BOP ഡെഫിസിറ്റ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? കൺട്രി കൂടുതലായിട്ടും ഇമ്പോർട്ട് ചെയ്യുകയായിരിക്കും ചെയ്യുക. അപ്പൊ നമ്മുടെ എന്ത് സംഭവിക്കും? ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഡെഫിസിറ്റ് സംഭവിക്കും. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഇത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? മാം, ഒരു ഡൗട്ട് മാം, ഈ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ സി പ്ലസ് ഐ പ്ലസ് ജി വെച്ചിട്ടല്ലേ? അതെ, അപ്പൊ ഈ ഡൊമസ്റ്റിക് അബ്സോർപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ്? അത് തന്നെയാണ് ഡൊമസ്റ്റിക് അബ്സോർപ്ഷൻ. ഇത് നാഷണൽ ഇൻകം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ടോട്ടലി നമ്മുടെ ഇക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ടിനെയാണ് അവിടെ പറയുന്നത്. പക്ഷെ ഇവിടെ അബ്സോർപ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചർ ആണ്. അതായത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആയിട്ട് നമ്മൾ എത്ര ചെലവാക്കുന്നു, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ആയിട്ട് നമ്മൾ എത്ര ചെലവാക്കുന്നു, നമ്മുടെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എത്രയുണ്ട്. ഓക്കെ ഓക്കെ, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഇവിടെ ഈ ഇൻകം അബ്സോർപ്ഷൻ അപ്രോച്ചിൽ നിന്ന് നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതുവരെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. ഒന്ന് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, ഒന്ന് മാച്ച് ദ ഫോളോയിങ് ചോദിച്ചിട്ടുണ്ട്, ഒന്ന് ഡയറക്ട്ലി ഇൻകം അബ്സോർപ്ഷൻ അപ്രോച്ച് ആര് കൊണ്ടുവന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും 3 കാര്യമെങ്കിലും നിങ്ങൾ മിനിമം ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം ഇൻകം അബ്സോർപ്ഷൻ അപ്രോച്ച് ആരാ കൊണ്ടുവന്നത്? സിഡ്നി അലക്സാണ്ടർ ആണ് നമ്മൾ പഠിച്ചു. അതായിരുന്നു നമ്മുടെ മാച്ച് ദ ഫോളോയിങ്ങിന്റെ ആൻസർ കേട്ടോ. ഇനി ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നമുക്കൊന്നുകൂടി ഇതിനെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. യെസ്, എക്സ് മൈനസ് എം എന്നുണ്ടെങ്കിൽ വൈ മൈനസ് സി പ്ലസ് ഐ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഒന്നുകൂടി നമുക്കിത് നോക്കാം. അതായത് കൺട്രി BOPs ഇംപ്രൂവ് വെൻ ഇൻകം ഇൻക്രീസസ് മോർ ദാൻ ഇറ്റ്സ് അബ്സോർപ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ബാലൻസ് ഓഫ് പേയ്മെന്റിൽ എപ്പോഴാണ് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരിക്കുക? കൺട്രിയുടെ ഇൻകം അബ്സോർപ്ഷനെക്കാട്ടിലും കൂടുതൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുന്നത് പറയാൻ വേണ്ടി പറ്റുക. ഓക്കെ, അപ്പൊ കൺട്രി കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പം എന്താണ്? അവിടെ നമ്മുടെ ഇൻകം അല്ലെങ്കിൽ നാഷണൽ ഇൻകം അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. ഓർ കൺട്രി റെഡ്യൂസസ് ഡൊമസ്റ്റിക് സ്പെൻഡിങ്. അപ്പോഴാണ് എന്തിലേക്ക് എത്തുക? ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇംപ്രൂവ്മെന്റിലേക്ക് എത്തുക. ഇനി ടു ഫിക്സ് എ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ്, ഡെഫിസിറ്റിനെയാണ് നമുക്ക് ഫിക്സ് ചെയ്യേണ്ടതെങ്കിൽ കൺട്രി എന്ത് ചെയ്യണം? ഇൻക്രീസ് ഇൻകം. ഇൻകം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ എക്സ്പോർട്ട് കൂട്ടണം, അല്ലെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്യണം. ഈ അബ്സോർപ്ഷൻ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കൺസംഷൻ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കട്ട് ചെയ്യുകയോ ഗവൺമെന്റ് സ്പെൻഡിങ് കട്ട് ചെയ്യുകയോ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കാം, സിഡ്നി അലക്സാണ്ടർ കൊണ്ടുവന്നു, 1952 ആണ് ഇയർ. അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഇൻകവും ഡൊമസ്റ്റിക് അബ്സോർപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ന് ഓർത്ത് വെക്കുക. നാഷണൽ ഇൻകം ഡൊമസ്റ്റിക് അബ്സോർപ്ഷനെക്കാട്ടിലും കൂടുതലായി നിൽക്കുന്ന സിറ്റുവേഷനിലാണ് ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരിക്കുക. ഇനി നാഷണൽ ഇൻകം ഈസ് ലെസ് ദാൻ ഡൊമസ്റ്റിക് അബ്സോർപ്ഷൻ ആണെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇംപ്രൂവ്മെന്റ് ആയിരിക്കില്ല, ഡെഫിസിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത്രയും ക്ലിയർ അല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞ സാധനം? മൂന്നാക്കി ക്ലിയർ ഉള്ളോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അതിൽ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ നമ്മുടെ
ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ തിയറം ആണ്. പോളെ സാമുവൽസൺ ആണ്. ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ തിയറം നിങ്ങൾ ഏത് ഇയറിലാണ് വന്നത് എന്ന് പറഞ്ഞു. ആരെങ്കിലും ഒന്ന് പറഞ്ഞേ ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ തിയറം എന്താണെന്ന്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാണ്. എനിവൺ? ആർക്കും അറിയില്ലേ? എങ്ങനെയാണ് ഫാക്ടേഴ്സിന്റെ പ്രൈസ് ഈക്വൽ ആകുക എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. അതായത് എന്താ നാഷൻ 1ഉം നാഷൻ 2ഉം രണ്ട് നാഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ 2 കമ്മോഡിറ്റീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നാഷൻ 1 എന്ന് പറയുന്നത് ലേബർ അബൻഡന്റ് കൺട്രി ആണെങ്കിൽ അവർ ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് ദേ വിൽ എക്സ്പോർട്ട് ഇറ്റ്. അപ്പോ എന്താ ബിഫോർ ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താന്ന് വെച്ചാല് അവർക്ക് ഉണ്ടാവുന്ന പ്രൈസ് അല്ലെങ്കിൽ വേജസ് എന്ന് പറയുന്നത് ലോ ആയിരിക്കും. പക്ഷെ ആഫ്റ്റർ ട്രേഡ് എന്ന് പറയുമ്പോൾ അവിടെ എക്സ്പോർട്ട് എന്ത് ചെയ്യും കൂടുമ്പോൾ അവിടെ ഡിമാൻഡും കൂടുകയാണ്. ആ ഒരു കമ്മോഡിറ്റിയുടെ ഉള്ള ഡിമാൻഡ് പ്രൊഡക്ഷനൊക്കെ കൂടുകയാണ്. അപ്പൊ അവിടെ ആ ഒരു ലേബേഴ്സിനുള്ള ഡിമാൻഡ് കൂടും ചെയ്യും. കറസ്പോണ്ടിങ്ലി അവരുടെ വേജും കൂടും. ഇതേപോലെ തന്നെയാണ് നേഷൻ 2ന്റെ കേസിലും എന്താ ബിഫോർ ട്രേഡ് ആവുന്ന സമയത്ത് അവിടെ ക്യാപിറ്റൽ ആണ് എന്ത് ചെയ്യുന്നത്. ക്യാപിറ്റൽ അബൻഡന്റ് കൺട്രിയാണ്. ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റീസ് ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഇനീഷ്യൽ ആയിട്ടുള്ള റെന്റും കാര്യങ്ങളൊക്കെ ലോ ആയിരിക്കും. പക്ഷെ ആഫ്റ്റർ ട്രേഡ് വരുമ്പോ എന്തായി മാറും, ആ റെന്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആവും. അപ്പൊ ഇവിടുത്തെ ഇനീഷ്യൽ എന്താ വേജും അതുപോലെ തന്നെ റെന്റും തമ്മിലുള്ള ഈ ഒരു അപ്പ് ആൻഡ് ഡൗണും കാര്യങ്ങളൊക്കെ പിന്നെ ആഫ്റ്റർ ട്രേഡ് എത്തുമ്പോൾ അത് റീസ്റ്റോർ ചെയ്യുന്നുണ്ട്. വേജ് ഒന്നിൽ രണ്ട് ഭാഗത്തും കൂടി വരുന്നുണ്ട്. അപ്പോ എന്ത് ചെയ്യുന്നുണ്ട്, ഇക്വിലിബ്രിയത്തിൽ എത്തുന്നുണ്ട്. രണ്ടുപേരുടെയും ഈ റേറ്റ് എന്ന് പറയുന്നത് സെയിം ആയിട്ട് വരുന്നുണ്ട്. ഫാക്ടർ പ്രൈസസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, യെസ്, അത് തന്നെയാണ് കോൺസെപ്റ്റ്. നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ എനിക്ക് ഇതിന്നൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, ഞാൻ എല്ലാം നിങ്ങൾക്ക് ഒരു വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു തരുന്നു. ആരും ഇത് റിവൈസ് ചെയ്യാതെ വെറുതെ പുസ്തകം മടക്കി വെച്ചിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ മാക്സിമം നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്യാട്ടോ. റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ പ്രത്യേകിച്ച് നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ ഞാൻ കോമൺ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ തിയറം എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെമ്മറിയിൽ നിന്ന് എടുത്ത് പറയാൻ പറ്റാത്തത് നിങ്ങൾ റിവൈസ് ചെയ്യാത്തത് കൊണ്ടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ലോജിക്കലി നമ്മൾ കണക്ട് ചെയ്യുന്ന കോൺസെപ്റ്റുകളാണ് എന്ന്. അല്ലെ? നിങ്ങൾക്ക് പെട്ടെന്ന് മെമ്മറിയിൽ എടുത്ത് പറയാൻ പറ്റുന്നുണ്ടോ? ജെന്യുവൻ ആയിട്ട് ആൻസർ പറഞ്ഞേ. എല്ലാവർക്കും പറ്റുന്നുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. ആരും ഒന്നും പറയണില്ലല്ലോ. ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വന്നോ? കുറച്ച് ഓർമ്മയുണ്ട്. ബാക്കിയുള്ളവർ അവസ്ഥയോ? മറന്നു. പിന്നെ അറിയാം, ഓർമ്മയുണ്ട്. ഈ 4 പേര് മാത്രമാണ് അന്ന് ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. അന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു 93 പേര് ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ട്. ഓക്കെ, ഓർത്ത് വെക്കാം. ഇനി ഈ ഇമ്പോസിബിലിറ്റി ട്രിനിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മുണ്ടേൽ ഫ്ലെമിംഗ് മോഡലുമായിട്ട് റിലേറ്റഡ് ആണ്. അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് JRF ക്ലബിൽ ക്ലാസ്സിൽ പറയാം. അപ്പം ഇന്ന് നിങ്ങൾക്ക് ഈ എക്സ്ചേഞ്ച് റേറ്റ് സാധനങ്ങളൊന്നും കൊണ്ടുവരണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. സോ ആദ്യത്തെ ഓപ്ഷൻ അത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഇനി വരുന്ന സാധനങ്ങൾ വളരെ സിമ്പിൾ ആണ് കേട്ടോ. മാർഷൽ ലേണർ കണ്ടീഷൻ അറിയാലേ? നമ്മൾ അപ്രോച്ചസ് ടു BOP പഠിക്കുന്നതിൽ ഒരു അപ്രോച്ചാണ് നമ്മുടെ ഇലാസിറ്റി അപ്രോച്ച് അല്ലെങ്കിൽ മാർഷൽ ലേണർ കണ്ടീഷൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ നോർമലി ഇപ്പൊ നമുക്ക് കണ്ടുവരാറില്ല. പക്ഷെ നിങ്ങൾക്ക് ഇത് കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ടുവന്നിട്ടുള്ളത്. കൃത്യമായിട്ട് വായിക്കാം കേട്ടോ. അസേർഷനിൽ എന്താ പറയുന്നത്? മാർഷൽ ലേണർ കണ്ടീഷൻ ഷുഡ് ബി fulfilled for the success of devaluation.
റീസൺ എന്താ? ഡിവാലുവേഷൻ മേക്സ് എക്സ്പോർട്സ് കോസ്റ്റ്ലി ആൻഡ് ഇമ്പോർട്ട്സ് ചീപ്പർ. വേഗം ആൻസർ പറഞ്ഞേ. എല്ലാരും പറയണം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. യെസ്, നമുക്ക് നോക്കാം അല്ലെ. മാർഷൽ ലേണർ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങൾക്ക് ഈ മാർഷൽ ലേണർ കണ്ടീഷൻ ഡിവാലുവേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് അപ്രോച്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് എന്ന് നിങ്ങൾക്ക് കത്തും. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ റീസൺ ആയിരിക്കും കുറച്ചൊരു കൺഫ്യൂഷൻ ഉള്ളത് അല്ലെ. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം. മാർഷൽ ലേണർ കണ്ടീഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് എ കറൻസീസ് ഡിവാലുവേറ്റ്. ഒരു മിനിറ്റ് കേട്ടോ. നിങ്ങളുടെയൊക്കെ എല്ലാവർക്കും ഞാൻ നല്ല അടി എന്റെ ക്ലാസ്സിൽ ഡയറക്ട്ലി ആണ് ഇരിക്കുന്നതെങ്കിൽ തന്നേനെ. ഇവിടെ നോക്കിക്കേ. മാർഷൽ ലേണർ കണ്ടീഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് എ കറൻസി ഡിവാലുവേഷൻ വിൽ ഇംപ്രൂവ് ദ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഓൺലി ഇഫ് ദ സം ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റീസ് ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ 1. നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് അക്കോർഡിംഗ് ടു മാർഷൽ ലേണർ കണ്ടീഷൻ നമുക്ക് എന്താണ് സംഭവിക്കുക? അതായത് ഡിവാലുവേഷൻ എപ്പോഴാണ് നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റിനെ കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്? സം ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റീസ് ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ടും പ്രൈസ് ഇലാസ്റ്റിറ്റീസ് ഓഫ് ഇമ്പോർട്ടും ഗ്രേറ്റർ ദാൻ എന്താകുമ്പോഴാണ്? 1 ആകുമ്പോഴാണ്. ഇനി നിങ്ങളടുത്ത് ഞാൻ അന്ന് മെന്റർ കണക്ട് എടുത്ത് തന്നപ്പോ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിവാലുവേഷൻ എന്താണ്, റിവാലുവേഷൻ എന്താണ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ? ഡിവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $1 ഈക്വൽ ടു 50 എന്നുള്ളത് $1 ഈക്വൽ ടു 60 ആകുന്ന പ്രതിഭാസത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിവാലുവേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, $1 ഈക്വൽ ടു 50 എന്നുള്ളത് $1 ഈക്വൽ ടു 60 എന്ന ആവുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിവാലുവേഷൻ. അപ്പൊ നമ്മൾ ചിന്തിക്കാം. ആദ്യം നമ്മൾ ഫോറിനേഴ്സിന്റെ ബേസിൽ ചിന്തിക്കാം കേട്ടോ. ഫോറിനേഴ്സിന്റെ ചിന്താഗതി വെച്ചിട്ട് നോക്കാം. ഓക്കെ, ആദ്യം അവർക്ക് $1 കൊടുത്തിട്ടുണ്ടെങ്കിൽ 50 രൂപയുടെ സാധനമേ കിട്ടുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഡിവാലുവേഷന് ശേഷം $1 കൊടുത്തിട്ടുണ്ടെങ്കിൽ 60 രൂപയുടെ സാധനം അവർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അവിടെ എന്താ ചീപ്പർ ആവുന്നത്? എക്സ്പോർട്സ് ബിക്കം ചീപ്പർ. മനസ്സിലായോ? എക്സ്പോർട്ട് ബിക്കം ചീപ്പർ. ഇത് മനസ്സിലായോ? നിങ്ങൾക്ക് ഇത് കത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ട്രേഡിൽ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഒരുപാട് തിയറി പോയി പഠിച്ചിട്ട് കാര്യമല്ല. ട്രേഡില് ഇങ്ങനത്തെ കോൺസെപ്റ്റ് അറിയെങ്കിലേ കാര്യമുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഇമ്പോർട്ടിന്റെ കേസ് എടുക്കുകയാണ്. അതായത് നമ്മൾ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന്റെ കേസ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ആദ്യം അവർക്ക് 50 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ $1 റുപ്പിയുടെ സാധനം $1 സാധനം കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പൊ അവർക്ക് 60 രൂപ കൊടുത്താലേ $1 കിട്ടുകയുള്ളൂ. സോ എന്താണ്? ഇമ്പോർട്ട് കോസ്റ്റ്ലിയർ. മനസ്സിലായോ? മനസ്സിലായോ? ചിന്തിക്കേണ്ട വേ എങ്ങനെയാന്ന് കത്തിയോ? ഓക്കെ, നിങ്ങൾക്ക് എക്സാമിന്റെ സമയത്ത് ഇത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് എഴുതി തന്നെ നോക്കുക കേട്ടോ. പക്ഷെ എഴുതുമ്പോൾ നമ്മൾ മേ ബി ഡിവാലുവേഷൻ റിവാലുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താക്കും? ഇത് എവിടെ കൊണ്ടുപോയിട്ട് എഴുതും? റിവാലുവേഷൻ അവിടെ കൊണ്ടെഴുതും. കാരണം എന്താണ്? വാല്യൂ ഇൻക്രീസ് ചെയ്യല്ലേ ചെയ്തത്. ഇപ്പൊ $1 ഈക്വൽ ടു 50 എന്നുള്ളത് $1 ഈക്വൽ ടു 60 ആകുന്നതാണ് റിവാലുവേഷൻ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. ഡിവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റുപ്പിയുടെ മൂല്യം കുറഞ്ഞു, വാല്യൂ കുറഞ്ഞു എന്നാണ് അർത്ഥം. ഓക്കെ, $1 ഈക്വൽ ടു 50 എന്നുള്ളതിനാണോ വാല്യൂ? $1 ഈക്വൽ ടു 60 എന്നുള്ളതിനാണോ മൂല്യം കൂടുതൽ? ഏതിനാ കൂടുതൽ? 1 rupees equal to 50.
യെസ് 50. അപ്പൊ നിങ്ങൾ ഇങ്ങനെ $1 തന്നെ എഴുതി is equal to 50 rupees. യെസ് $1 ഈക്വൽ ടു 50. നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതി വെച്ചിട്ട് ചിന്തിക്കുക, $1 ഈക്വൽ ടു 50 ആയിരുന്നു, പക്ഷെ ഡിവാലുവേഷന് ശേഷം $1 ഈക്വൽ ടു 60 ആയി. ആദ്യം നമുക്ക് ഫോറിനേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് $1 കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ 50 രൂപയ്ക്ക് അല്ലെങ്കിൽ 50 രൂപയുടെ സാധനം അവർക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഡിവാലുവേഷന് ശേഷം $1 കൊടുത്തിട്ടുണ്ടെങ്കിൽ 60 റുപ്പീസിന് സാധനം അവർക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം എക്സ്പോർട്ട് എന്തായിട്ട് മാറി? ചീപ്പർ ആയിട്ട് മാറി. ഇനി നമ്മൾ ഇമ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ആദ്യം $1 നമുക്ക് $1 കിട്ടാൻ നമുക്ക് എന്ത് കൊടുത്താൽ മതിയായിരുന്നു? 50 റുപ്പീസ് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ 60 റുപ്പീസ് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് എന്തായി? ഇമ്പോർട്ട് കോസ്റ്റ്ലിയർ ആയിട്ട് മാറി. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഏതെങ്കിലും ഒരു ക്വസ്റ്റനെങ്കിലും ഇതിനെ സംബന്ധിച്ച്, ഈ ഒരു ലോജിക്കിനെ സംബന്ധിച്ച് നമുക്ക് വരും. അപ്പൊ അത് എന്താക്കി? ദിസ് എൻകറേജസ് എക്സ്പോർട്ട് ആൻഡ് ഡിസ്കറേജസ് ഇമ്പോർട്ട് അല്ലേ? കാരണം എക്സ്പോർട്ട് ചീപ്പർ ആയി എന്ന് പറയുമ്പോൾ ഫോറിനേഴ്സ് എന്ത് ചെയ്യും? കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യില്ലേ? ദിസ് എൻകറേജസ് എക്സ്പോർട്ട് ആൻഡ് ഡിസ്കറേജസ് ഇമ്പോർട്ട്സ്. അത് എന്തിലേക്ക് സംഭവിക്കും? നമ്മുടെ ട്രേഡ് ബാലൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇത്രയും ക്ലിയർ ആയോ? ഇത് ഡിവാലുവേഷന്റെ കേസാണ്. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ ഡിവാലുവേഷൻ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഡെഫിസിറ്റ് ആയിരിക്കുമ്പോഴാണോ സർപ്ലസ് ആയിരിക്കുമ്പോഴാണോ? ഡെഫിസിറ്റ്. യെസ്, ഡെഫിസിറ്റ്. അതിന്റെ ലോജിക്കും എല്ലാവർക്കും അറിയാലോ അല്ലെ? ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇമ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പോർട്ട് എന്നാണ്. അപ്പം ഇമ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പോർട്ട് ആകുമ്പോൾ ആ ഇമ്പോർട്ടിനെ കുറച്ച് നമ്മൾ പിന്നെയും ആ ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവരുന്നത്? ഡിവാലുവേഷൻ ചെയ്യുന്നത്. ഡിവാലുവേഷൻ ചെയ്യുമ്പോൾ എക്സ്പോർട്ട് ചീപ്പർ ആവുകയും ഇമ്പോർട്ട് കോസ്റ്റ്ലിയർ ആവുകയും ചെയ്യുന്നു. അത് എക്സ്പോർട്ടിനെ എൻകറേജ് ചെയ്യുന്നു, ഇമ്പോർട്ടിനെ ഡിസ്കറേജ് ചെയ്യുന്നു, ട്രേഡ് ബാലൻസിനെ ഇംപ്രൂവ് ചെയ്യിക്കുന്നു. ക്ലിയർ അല്ലേ? ക്ലിയർ ആവാത്തവർ പറയണേ. മാം അതൊന്നുകൂടി പറയാവോ? ഏത്? BOP ഡെഫിസിറ്റിന്റെ കേസ് ഡിവാലുവേഷൻ. യെസ്, ഇതേ സെയിം കേസാണ്. ഞങ്ങൾ BOP ഡെഫിസിറ്റ് ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പോർട്ട് ആണ്. അപ്പം ഇമ്പോർട്ടിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഡിവാലുവേഷൻ വരും. ഡിവാലുവേഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും? എക്സ്പോർട്ട് ചീപ്പർ ആവും, ഇമ്പോർട്ട് കോസ്റ്റ്ലിയർ ആവും. അപ്പം എക്സ്പോർട്ട് കൂടുന്നു, ഇമ്പോർട്ട് കുറയുന്നു. ഇമ്പോർട്ടിനെ കുറക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഡിവാലുവേഷൻ വരുന്നത്. ഓക്കെ ഓക്കെ. ഓക്കെ, ഇനി ഇത്തരത്തിൽ ഡിവാലുവേഷൻ എപ്പോഴാണ് സംഭവിക്കുക, അല്ലെങ്കിൽ ഡിവാലുവേഷൻ എപ്പോഴാണ് നമ്മുടെ ട്രേഡ് ബാലൻസിനെ ഇംപ്രൂവ് ചെയ്യിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, only if the Marshall Lerner condition holds. Okay, only if the Marshall Lerner condition hold. അതായത് മാർഷൽ ലേണർ കണ്ടീഷൻ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഡിവാലുവേഷൻ നമ്മുടെ ട്രേഡ് ബാലൻസിനെ ഇംപ്രൂവ് ചെയ്യിക്കുള്ളൂ. നമ്മൾ മാർഷൽ ലേണർ കണ്ടീഷൻ എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഇലാസിറ്റീസ് ഓഫ് എക്സ്പോർട്ട് ഗ്രേറ്റർ ദാൻ ഇലാസിറ്റീസ് ഓഫ് എക്സ്പോർട്ട് പ്ലസ് ഇലാസിറ്റീസ് ഓഫ് ഇമ്പോർട്ട് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ? ഈ ഡിവാലുവേഷൻ നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഉണ്ടാക്കുന്ന ഡെഫിസിറ്റിനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ട്രേഡ് ബാലൻസിനെ ഇംപ്രൂവ് ചെയ്യിക്കുള്ളൂ. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണോ? സിമ്പിൾ ആണ്. നിങ്ങൾ ലോജിക്കലി ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ കിട്ടുന്ന സാധനമാണ്. ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഇപ്പൊ മനസ്സിലാവാതെ ഇരുന്നിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതെന്താന്ന് ചോദിക്കുന്ന ആൾക്കാർ പറഞ്ഞിട്ടില്ലെങ്കിൽ ബാക്കി നിങ്ങൾ എന്താണ് ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് ഈ ഓരോരോ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും തീരെ റെസ്പോണ്ട് ചെയ്യാണ്ടാവുന്നത്? നിങ്ങൾ ഈ ഡെയിലി ഡിസ്കഷൻസ് ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയില്ലേ? നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ആരും റെസ്പോണ്ട് ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ yes, sum of price elasticities of export and import must be greater than 1. Yes. ഇനി കഴിഞ്ഞിട്ടില്ല. ഇവിടെ നോക്കിക്കേ, മാർഷൽ ലേണർ കണ്ടീഷൻ പ്രകാരം എന്താ പറയുന്നത്? A devaluation of a nation's currency will improve its balance of trade. അതായത് മാർഷൽ ലേണർ കണ്ടീഷൻ പ്രകാരം ഡിവാലുവേഷൻ വഴി നമ്മുടെ നേഷന്റെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇംപ്രൂവ് ആവുന്നത് എപ്പോഴാണ്? ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തതാണ്? If the absolute sum of price elasticities of demand for export and import is greater than unity or greater than 1. ഈ ഇക്വേഷൻ എപ്പോഴും ഓർത്തു വെക്കുക. ഒരുപാട് വട്ടം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ.
ഓക്കെ, അപ്പം നമ്മുടെ മാർഷൽ ലാ കണ്ടീഷൻ പ്രകാരം ഡിവാലുവേഷൻ, നമ്മുടെ നേഷന്റെ കറൻസി ഡിവാല്യൂ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് എപ്പോഴാണ് നമ്മുടെ ബാലൻസ് ഓഫ് ട്രേഡിനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക? ഓൺലി ഇഫ് ദ സം ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റീസ് ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണേ. നോട്ട് ചെയ്തു. ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കട്ടെ. എന്തുകൊണ്ടായിരിക്കും ഇവിടെ നമ്മൾ ഈ ഒരു പ്രൈസ് ഇലാസിറ്റീസ് ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ടും ഡിമാൻഡ് ഫോർ ഇമ്പോർട്ടും കൺസിഡർ ചെയ്യുന്നത്? അതും ഇതും തമ്മിലുള്ള കണക്ഷൻ ആർക്കെങ്കിലും അറിയോ? ഇത് നമ്മൾ ഇനി ഈ ഒരു ഫോർമുല പഠിച്ചു വെച്ചിട്ട് പോകും, പക്ഷെ ഇത് എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? എനിവൺ? സിമ്പിൾ ആയിട്ടൊന്ന് ആലോചിക്കുക. ഇലാസിറ്റി ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട്. എന്താ വേർഡ് തന്നെ നമുക്ക് മീനിങ് പറയാൻ വേണ്ടിട്ട് പറ്റും. എക്സ്പോർട്ട് പ്രൈസ് ഫ്ലെക്സിബിൾ ആകുന്നതാണ്. എക്സ്പോർട്ട് പ്രൈസ് ഫ്ലെക്സിബിൾ ആകുന്നു എന്നല്ല, എന്ത് ഫ്ലെക്സിബിൾ ആകുന്നു എന്നാ? എക്സ്പോർട്ട്. യെസ്, പറഞ്ഞേ തസ്നി, പറ. യെസ്, എക്സ്പോർട്ട് പ്രൈസ് ചേഞ്ച് ആകുന്ന സമയത്ത് എക്സ്പോർട്ട് ഡിമാൻഡ് എത്രത്തോളം ചേഞ്ച് ആവുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്പോർട്ട് ഡിമാൻഡിൽ ഉണ്ടാക്കുന്ന ചേഞ്ച്. ഓക്കെ, നമ്മൾ ഇവിടെ പറഞ്ഞു എന്ത്? ഡിവാലുവേഷൻ സംഭവിക്കുമ്പോൾ എക്സ്പോർട്ട് ചീപ്പർ ആകും എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ എക്സ്പോർട്ട് പ്രൈസ് മാറുമ്പോ എക്സ്പോർട്ട് ഡിമാൻഡ് എത്രത്തോളം മാറും? അതാണ് എന്ത്? പ്രൈസ് ഇലാസ്റ്റിറ്റീസ് ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി ഇത്തരത്തിൽ പ്രൈസ് ഇലാസ്റ്റിറ്റീസ് ഓഫ് ഡിമാൻഡ് ഫോർ ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പോർട്ട് പ്രൈസ് മാറുമ്പോൾ ഓക്കെ, ഡിമാൻഡ് ഫോർ ഇമ്പോർട്ടിൽ എത്രത്തോളം ചേഞ്ച് വരുന്നുണ്ട്, അതാണ് പ്രൈസ് ഇലാസ്റ്റിറ്റീസ് ഓഫ് ഡിമാൻഡ് ഫോർ ഇമ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എടാ, പ്രൈസിൽ മാറ്റം വരുമ്പോൾ എക്സ്പോർട്ട് ഡിമാൻഡിൽ എത്ര മാറ്റം വരുന്നുണ്ട്? ഇമ്പോർട്ട് പ്രൈസിൽ മാറ്റം വരുമ്പോൾ ഇമ്പോർട്ട് ഡിമാൻഡിൽ എത്രത്തോളം മാറ്റം വരുന്നുണ്ട്? ദാറ്റ്സ് ഇനഫ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ഓർത്തൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടുണ്ടായിരിക്കാം, അല്ലാണ്ട് ചോദിച്ചിട്ടുണ്ടായിരിക്കാം. സോ ഇനി നമ്മളത് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. മാർഷൽ ലേണർ കണ്ടീഷൻ ഷുഡ് ബി ഫുൾഫിൽഡ് ഇഫ് ദ സക്സസ് ഓഫ് ഡിവാലുവേഷൻ. എന്താ ഇത് മീൻ ചെയ്യുന്നത്? അതായത് മാർഷൽ ലേണർ കണ്ടീഷൻ എപ്പോഴാണ് ഫുൾഫിൽ ചെയ്യുക എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? സക്സസ് ഓഫ് ഡിവാലുവേഷൻ വഴിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ ഡിവാലുവേഷൻ വഴി നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇംപ്രൂവ് ചെയ്യിക്കണമെങ്കിൽ എന്ത് കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം? മാർഷൽ ലേണർ കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു. സോ അസേർഷൻ ശരിയാണ്. ഇനി റീസണിലേക്ക് നിങ്ങൾ വന്നേ. റീസൺ എന്താ പറഞ്ഞത്? ഡിവാലുവേഷൻ മേക്ക് എക്സ്പോർട്ട് കോസ്റ്റ്ലി ആൻഡ് ഇമ്പോർട്ട് ചീപ്പർ. ഇങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? അല്ല. ഡിവാലുവേഷൻ സംഭവിക്കുമ്പോൾ എക്സ്പോർട്ട് ചീപ്പർ ആകുന്നു, ഇമ്പോർട്ട് കോസ്റ്റ്ലിയർ ആകുന്നു. ദെൻ വൈ യു ആർ ആൻസറിങ് ലൈക്ക് ദിസ്? നിങ്ങൾ എല്ലാവരും എ ഓപ്ഷൻ ആണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഇപ്പൊ എല്ലാരും സി എന്ന് പറഞ്ഞോ. എന്താ നിങ്ങൾ എല്ലാരും എ എന്നപ്പൊ പറഞ്ഞേ? ക്വസ്റ്റ്യൻ ഫുള്ളായി വായിക്കാതെ കൊണ്ടുപോയി ഓപ്ഷൻ കുത്തിയതാണ്. ഇതാണ് എവിടെ വരിക? എക്സാമിന് നമ്മൾ ചെയ്യുക. ഓക്കെ, അത് നിങ്ങളെന്ന് മാത്രമല്ല
എല്ലാവരും ഒരുപോലെ. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ സ്വന്തം അഭിപ്രായം കൊണ്ടുപോയിട്ട് ആൻസറിൽ പറയണമെന്ന്. ഒരാളെ പറഞ്ഞു, പിന്നെ വാല എല്ലാരും തന്നെ പറഞ്ഞു. ഓക്കെ, അതാ പറഞ്ഞ ഓരോ വരിയും നമ്മൾ വായിക്കണം, എന്നാലേ നമുക്ക് ഓപ്ഷനിലേക്ക് എത്താൻ വേണ്ടിട്ട് പറ്റുള്ളൂ. ഇത് നിങ്ങളൊരു പാഠമായിട്ട് നോക്കുക കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയാണ്, അതായത് ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നു, എന്റെ ക്ലാസ്സിന്റെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ തെറ്റിച്ചു, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു എക്സാം ടൈമിൽ എത്രത്തോളം പ്രഷർ ഉണ്ടാകും. ഓക്കെ, ആ പ്രഷറിൽ കൂടിയാണ് നിങ്ങൾ ഇത് വായിക്കുന്നത് എങ്കിൽ അത് തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പറയുന്നത് വേർഡ് ബൈ വേർഡ് നിങ്ങൾ അനലൈസ് ചെയ്യണം. ഓക്കെ, അപ്പൊ എ ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ് എന്നായിരുന്നു വരേണ്ടത് കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റൻ കേട്ടോ, നമ്മുടെ ജൂൺ 2024 എക്സാം സമയത്ത് ക്വസ്റ്റ്യൻ വായിക്കണം. അമ്മു, ക്വസ്റ്റ്യൻ വായിച്ചിട്ടില്ലെങ്കിൽ മൊത്തം പണി പാടും. ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് കഴിഞ്ഞ ദിവസം ഞാനൊരു സാധനം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഒറ്റ സാധനം നിങ്ങൾക്ക് കത്തിയിട്ടുണ്ടെങ്കിൽ അതിപ്പോ എനിക്ക് മനസ്സിലാവും, ഞാൻ അന്ന് ഇങ്ങനെ ഘോരം പ്രസംഗിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ഒരു കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തു. അത് നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്തതാ. 1-2 ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ ആണ് പറയേണ്ടത് കേട്ടോ. ബാക്കിയുള്ളവർ പറയുന്നത് നോക്കി പറയല്ലേ. യെസ്, നിങ്ങൾ ഏതോ ഒരു ഓപ്ഷൻ കണ്ടിട്ടാണ് ഇത് കുത്തിയതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഇമ്മിസറൈസിങ് ഗ്രോത്തിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെവലപ്പിംഗ് കൺട്രിയുടെ ഗ്രോത്ത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഹെവിലി ഡിപ്പെൻഡ് ഓൺ എക്സ്പോർട്ട്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഗ്രോത്ത് എക്സ്പോർട്ട് ബയാസ്ഡ് ആണ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ബി ആസ് 3 അറിയുന്ന ഒരു കുട്ടിക്ക് സിമ്പിൾ ആയിട്ട് സി ഓപ്ഷൻ കുത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇതുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ ഇത് കുത്തിയത്? ആണോ? ചൂസ് ചെയ്ത് അതുകൊണ്ട് തന്നെയല്ലേ? യെസ്, അതാവണം. അത്രത്തോളം നമ്മൾ ആ കോൺസെപ്റ്റ് പറഞ്ഞതാണ്. ഓക്കെ, ഇനി ഇമ്മിസറൈസിംഗ് ഗ്രോത്ത് തിയറി ആര് കൊണ്ടുവന്നു? ഏത് വർഷം? ജഗദീഷ് ഭഗവതി. ബൈ ജഗദീഷ് ഭഗവതി. ഇൻ ദി ഇയർ 1958. 58 കേട്ടോ. ഓക്കെ 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 ഓക്കെ. ഇനി ഈ ജഗദീഷ് ഭഗവതിനെ നമ്മൾ വേറെ ഏതോ തിയറിയും കൂടെ റിലേറ്റഡ് ആയിട്ട് സെക്കൻഡ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏത് തിയറിയാ? യെസ്, പ്രബിസ് സിംഗർ ഹൈപ്പോത്തിസിസ് കേട്ടോ. പ്രബിസിംഗർ, നമ്മള് പ്രബിസും സിംഗറും ആണ് കൊണ്ടുവന്നത് പറഞ്ഞു, പക്ഷെ ജഗദീഷ് ഭഗവതിക്കും കൂടെ അതിലൊരു പങ്കുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത, അതായത് ഈ ബി ഓപ്ഷൻ ഇങ്ങനെ തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഒരു ലിറ്റിൽ ബിറ്റ് കൺഫ്യൂഷൻ അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം ഓരോ ഓപ്ഷൻസ് എങ്ങനെയാണെന്ന്. ആൻസർ സി തന്നെയാണ് കേട്ടോ. ഡിവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണ്. ഡിവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഡൊമസ്റ്റിക് കറൻസി. അപ്പം ഫോറിനേഴ്സ് ക്യാൻ നൗ ബൈ മോർ ഡൊമസ്റ്റിക് ഗുഡ്സ് വിത്ത് ദ സെയിം എമൗണ്ട് ഓഫ് ഫോറിൻ കറൻസി. അപ്പം എക്സ്പോർട്ട് കൂടുന്നു, ഹെൻസ് ദ കൺട്രി ബിക്കം മോർ കോമ്പറ്റേറ്റീവ് ഇന്റർനാഷണലി. കാരണം എക്സ്പോർട്ട് കോമ്പറ്റേറ്റീവ് ആയിട്ട് മാറുന്നു, അതായത് എക്സ്പോർട്ട് കൂടുന്നു അല്ലെങ്കിൽ എക്സ്പോർട്ട് ചീപ്പർ ആകുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ എന്ന് ചോദിക്കണ്ട, സിമ്പിൾ ആണ് അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഇനി രണ്ടാമത്തത് നമ്മൾ ജഗദീഷ് ഭഗവതിയുടെ ഇമ്മിസറൈസിംഗ് ഗ്രോത്തിൽ പറഞ്ഞു, ഇതൊക്കെ ചെയ്യുന്നത് എവിടെയാന്ന് നമ്മൾ പറഞ്ഞു? ഡെവലപ്പിംഗ് കൺട്രീസ് ദാറ്റ് ഡിപ്പെൻഡ് ഹെവിലി ഓൺ എക്സ്പോർട്ടിംഗ് പ്രൈമറി കമ്മോഡിറ്റീസ്. അല്ലേ? നമ്മൾ പ്രൈമറി കമ്മോഡിറ്റീസിലാണ് ആര് എക്സ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞു? ഡെവലപ്പിംഗ് കൺട്രീസ് എക്സ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്കൊരു ഗ്രോത്ത് സംഭവിച്ചു. ഗ്രോത്ത് സംഭവിച്ചതിന്റെ ഭാഗമായിട്ട് എക്സ്പോർട്ട് എക്സ്പാൻഡ് ചെയ്തു. അപ്പൊ നമ്മുടെ ഗ്ലോബൽ സപ്ലൈ ഇൻക്രീസ് ചെയ്തു. ഗ്ലോബൽ സപ്ലൈ ഇൻക്രീസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് എക്സ്പോർട്ട് പ്രൈസ് കുറഞ്ഞു. അങ്ങനെ എക്സ്പോർട്ട് പ്രൈസ് കുറയാനുള്ള കാരണം എന്തായിരുന്നു എന്നാ ഞാൻ പറഞ്ഞു തന്നെ? ആ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആയിരിക്കും. പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആയിരിക്കും.
ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ള ഡിമാൻഡ് ഉള്ള പ്രൊഡക്ട്സ് ഏതാണ്? അഗ്രികൾച്ചർ പ്രൈമറി ഗുഡ്സ്. യെസ്, പ്രൈമറി കമ്മോഡിറ്റീസ്. യെസ്, പ്രൈമറി കമ്മോഡിറ്റീസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് എന്തിലേക്ക് പോകുന്നു? ദ ലോസ് ഇൻ ടേംസ് ഓഫ് ട്രേഡ്. അതായത് എക്സ്പോർട്ട് പ്രൈസ് കുറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്താണ്? നമ്മുടെ ടേംസ് ഓഫ് ട്രേഡ് ലോസ് സംഭവിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇത് എന്തിനെ ഔട്ട്വേ ചെയ്യുന്നു എന്നാ പറഞ്ഞത്? ആദ്യം ഉണ്ടായിട്ടുള്ള ഗ്രോത്തിനെ ഔട്ട്വേ ചെയ്യുന്നു, അല്ലെങ്കിൽ ആദ്യം നമുക്ക് ഉണ്ടായിട്ടുള്ള ഗ്രോത്തിനെക്കാട്ടിലും കൂടുതലാണ് നമ്മുടെ ടേംസ് ഓഫ് ട്രേഡിൽ വന്നിട്ടുള്ള ആ ഒരു ഡിറ്റോറിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇമ്മിസറൈസേഷൻ ആണ്. നമ്മുടെ വെൽഫെയർ ലോസ് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ഗ്രോത്ത് ആണ്. ക്ലിയർ അല്ലേ? ഇത് അത്രത്തോളം നമ്മളന്ന് പറഞ്ഞു. സിമ്പിൾ സാധനം. ഓക്കെ അല്ലേ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യടാ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണ ക്ലാസ് എടുക്കാൻ ഒരു സുഖമല്ല കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിവിടെ എന്തൊക്കെ പറഞ്ഞു? ഡിവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്രീസ് ഇൻ എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ് ആണ് പറഞ്ഞു. ഇൻമിസറൈസിംഗ് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവിലി എക്സ്പോർട്ട് ബയാസ്ഡ് ഗ്രോത്ത് ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഓട്ടോമാറ്റിക് BOP അഡ്ജസ്റ്റ്മെന്റ് പ്രോസസ് ആണ്. ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഓട്ടോമാറ്റിക് BOP അഡ്ജസ്റ്റ്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റവുമായിട്ടായിരിക്കും ഇത് റിലേറ്റഡ് ആയിരിക്കും അല്ലെ? ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ അല്ലേ നമുക്കൊരു ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുക. ഇനി ഇവിടെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് അല്ലായിരുന്നു എങ്കിൽ ഇവിടെ ഈ ഓട്ടോമാറ്റിക്കിന്റെ സ്ഥലത്ത് എന്ത് വരുമായിരുന്നു? അതായത് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആണെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ്മെന്റ് ആണോ നടത്തുക? ആണോ? നെസസറി ആയിരിക്കും. യെസ്, ഗവൺമെന്റ് ഇന്റർവെൻഷൻ നെസസറി ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. അതായത് BOPയിൽ ഡെഫിസിറ്റ് ആണെന്ന് വിചാരിക്കുക. ഡെഫിസിറ്റ് ആവുമ്പോ എന്താണ്? കൺട്രി ഈസ് ഇമ്പോർട്ടിംഗ് മോർ ദാൻ ഇറ്റ്സ് എക്സ്പോർട്ട്. എക്സ്പോർട്ടിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? നെറ്റ് ഔട്ട്ഫ്ലോ ഓഫ് ഫോറിൻ കറൻസി ഓർ ഫാൾ ഇൻ റിസർവ്സ്. കാരണം കൂടുതലായിട്ടും ഇമ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോറിൻ കറൻസി അല്ലെങ്കിൽ നമ്മുടെ റിസർവ്സ് ഫാൾ ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ എന്താണ്? എക്സ്ചേഞ്ച് റേറ്റ് റിയാക്ട്സ് അണ്ടർ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റിജീം. എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യും? നമ്മൾ ഇവിടെ എന്ത് കുറയുന്നു? അതായത് ഫോറിൻ കറൻസീസ് ആണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഫോറിൻ കറൻസി ഔട്ട്ഫ്ലോ ആണ് അങ്ങോട്ട് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇമ്പോർട്ട് കൂടുതലാണെന്ന് പറയുമ്പോൾ ഫോറിൻ കറൻസിയുടെ ഡിമാൻഡ് കൂടും. എന്തിനു വേണ്ടിയിട്ട്? ഇമ്പോർട്ടിന് പേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫോറിൻ കറൻസി ഡിമാൻഡ് കൂടും. ഇനി നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് കറൻസിയുടെ ഡിമാൻഡ് ആണോ കൂടുന്നത് അത് അപ്രിഷിയേറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ഏത് കറൻസിയുടെ ഡിമാൻഡ് ആണോ കൂടുന്നത് അത് അപ്രിഷിയേറ്റ് ചെയ്യും. ഇവിടെ ഫോറിൻ കറൻസിയുടെ ഡിമാൻഡ് ആണ് കൂടിയിരിക്കുന്നത്. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? ഇമ്പോർട്ടിന് പേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പുട്ട് ഡൗൺ പ്രഷർ ടു ഡൊമസ്റ്റിക് കറൻസി. അപ്പം ഫോറിൻ കറൻസിയുടെ ഡിമാൻഡ് കൂടി. ഫോറിൻ കറൻസിയുടെ ഡിമാൻഡ് കൂടി എന്ന് പറയുമ്പോൾ ഫോറിൻ കറൻസി അപ്രിഷിയേറ്റ് ചെയ്തു. ഫോറിൻ കറൻസി അപ്രിഷിയേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? ഡൊമസ്റ്റിക് കറൻസി ഡിപ്രിഷിയേറ്റ് ചെയ്തു. ഓക്കെ, ഡൊമസ്റ്റിക് കറൻസി ഡിപ്രിഷിയേറ്റ്. ഓക്കെ, ഡൊമസ്റ്റിക് കറൻസി ഡിപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ നേരത്തെ ഡിവാലുവേഷനിൽ പറഞ്ഞ പോലെ, ഡിവാലുവേഷൻ എന്തിലായിരുന്നു? ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആയിരുന്നു. ഇവിടെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് സിസ്റ്റം ആയതുകൊണ്ടാണ് ഈ ഒരു അപ്രിസിയേഷൻ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടേം ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഡൊമസ്റ്റിക് കറൻസി ഡിപ്രിഷിയേറ്റ് ചെയ്തു. ഡൊമസ്റ്റിക് കറൻസി ഡിപ്രിഷിയേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ മീനിങ് എന്താണ്? എക്സ്പോർട്ട് ബിക്കം ചീപ്പർ ഫോർ ഫോറിനേഴ്സ്. ദേ നീഡ് ലെസ് ഓഫ് ദെയർ കറൻസി ടു ബൈ ദ സെയിം ഡൊമസ്റ്റിക് ഗുഡ്. ഓക്കെ, അപ്പം എക്സ്പോർട്ട് കൂടുന്നു. ദ ഇമ്പോർട്ട് ബിക്കം മോർ എക്സ്പെൻസീവ് ഫോർ ഡൊമസ്റ്റിക് ബയേഴ്സ്. ദേ നീഡ് മോർ ഡൊമസ്റ്റിക് കറൻസി ടു ബൈ ദ സെയിം ഫോറിൻ ഗുഡ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ദ കൺട്രി സ്റ്റാർട്ട്സ് ഏർണിംഗ് മോർ ഫോറിൻ കറൻസി. കാരണം എന്താണ്? എക്സ്പോർട്ട് കൂടി, അല്ലെങ്കിൽ എക്സ്പോർട്ട് ചീപ്പർ ആയിട്ട് മാറി. ഓക്കെ, സ്പെൻഡിങ് ലെസ് ഓഫ് ഇറ്റ്. സോ BOP improves, the deficit reduces and the balance of payment moves towards equilibrium. സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് ആ കഥ മനസ്സിലായോ? ഒരു കഥയായിട്ട് തന്നെ ഓർത്ത് വെക്കുക കേട്ടോ. കഥയായിട്ട് ഓർത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഇത് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കേ. നിങ്ങൾ പറഞ്ഞു നോക്കുക. നിങ്ങൾ ഇങ്ങനെ ചുമ്മാ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇന്നതാണ് സംഭവിക്കുക അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ നിങ്ങൾ ഒരാളെ പഠിപ്പിക്കുന്നത് പോലെ പറഞ്ഞു നോക്കുക കേട്ടോ. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആണ്. അപ്പൊ BOPയിൽ എങ്ങനെയാണ് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുക? അതായത് കറന്റ് ഡെഫിസിറ്റ് ആണെന്ന് വിചാരിക്കുക. ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇമ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പോർട്ട് ആണ്. അപ്പം ഇമ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഫോറിൻ കറൻസീസ് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക്
ഫോറിൻ കറൻസിയുടെ ഡിമാൻഡ് കൂടി. ഫോറിൻ കറൻസിയുടെ ഡിമാൻഡ് കൂടി എന്ന് പറയുമ്പോൾ ഏത് കറൻസിയുടെ ഡിമാൻഡ് ആണോ കൂടുന്നത് അത് അപ്രിഷിയേറ്റ് ചെയ്യും. ഫോറിൻ കറൻസിയുടെ ഡിമാൻഡ് കൂടി, അപ്പം ഫോറിൻ കറൻസി അപ്രിഷിയേറ്റ് ചെയ്തു, നമ്മുടെ ഡൊമസ്റ്റിക് കറൻസി ഡിപ്രിഷിയേറ്റ് ചെയ്തു. ഡൊമസ്റ്റിക് കറൻസി ഡിപ്രിഷിയേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ എക്സ്പോർട്ട് ചീപ്പറായി, നമ്മുടെ ഇമ്പോർട്ട് കോസ്റ്റ്ലിയർ ആയി. സോ എക്സ്പോർട്ട് കൂടി, അപ്പോൾ നമ്മുടെ കൺട്രിക്ക് കൂടുതലായിട്ടും ഫോറിൻ കറൻസി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇക്വിലിബ്രിയത്തിലേക്ക് പോയി. ക്ലിയർ അല്ലേ? ഇനി ക്ലിയർ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും തല്ലും. ഇതിൽ കൂടുതൽ സിമ്പിൾ ആയിട്ട് പറയാനത് പറ്റില്ല. ബാക്കി എല്ലാവർക്കും, സനയ്ക്കും സൽമാനും അശ്വതിക്കും റസിനയ്ക്കും ഒക്കെ മാത്രമേ ക്ലിയർ ഉള്ളോ? യെസ് അരവിന്ദ്. ബാക്കി എല്ലാവരും കൂടെ പറഞ്ഞേ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഇങ്ങനെ ഞാനിങ്ങനെ ലൈൻ ബൈ ലൈൻ എഴുതുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ഇതൊക്കെ +2 കുട്ടികൾക്കും ഡിഗ്രി കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കുന്ന രീതിയാണ് ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആണ് കേട്ടോ. ഇനി ചില ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസിൽ ചിലപ്പം നമ്മളെടുത്ത് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഡിവാലുവേഷൻ വെച്ചിട്ടൊരു സെന്റൻസ് ഉണ്ടായിരിക്കും, റിവാലുവേഷൻ വെച്ചിട്ടൊരു സെന്റൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അത് അപ്പൊ തന്നെ നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. അവിടെ അപ്രിസിയേഷൻ ഡിപ്രിസിയേഷൻ എന്നുള്ള ടേമുകളാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ വരിക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ജൂൺ ക്യാൻസൽഡ് എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് അത് കട്ട് ചെയ്താൽ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, ഇനി പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി. പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റ് പെഗ്ഡ് അറ്റ് വേൾഡ് റേറ്റ്. ഇതെങ്ങനെയാ സംഭവിക്കുക? അതായത് പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ക്യാപിറ്റൽ നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, എന്തിന്റെ ബേസില്? ഇൻട്രസ്റ്റ് റേറ്റിന്റെ ബേസില്. ഫോർ എക്സാമ്പിൾ, ഒരു ഫോറിൻ കൺട്രി ഉണ്ട്, നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇന്ത്യയിലാണ് ഫോറിൻ കൺട്രീനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇൻട്രസ്റ്റ് കൂടുതൽ എങ്കിൽ നമ്മൾ എവിടെ കൊണ്ടുപോയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുക? എടാ, നമുക്ക് റിട്ടേൺ കൂടുതൽ കിട്ടുന്ന സ്ഥലത്തല്ലേ നമ്മൾ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലേ? ഇന്ത്യയിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ എങ്കിൽ നമ്മൾ എവിടെ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും? യെസ്, ഇന്ത്യയിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ക്യാപിറ്റൽ ഫ്രീലി മൊബൈൽ ആണ് എങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറൻഷ്യൽ അനുസരിച്ചായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ഇനി ഇത് എപ്പോ വരെ നടക്കും? അല്ലെങ്കിൽ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാക്കുന്ന ഡിഫറൻസിനനുസരിച്ച് എപ്പോ വരെ നമ്മൾ ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റും നമ്മുടെ വേൾഡ് ഇൻട്രസ്റ്റ് റേറ്റും, നമ്മുടെ ഓപ്പൺ ഇക്കോണമി ആണെങ്കിൽ നമ്മുടെ ആ ഒരു ഫോറിൻ ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ ഈക്വൽ ആകുന്നത് വരെയാണ് ഈ ഒരു പ്രോസസ്സ് നടത്തുക. ഇത് നിങ്ങൾ എവിടെയോ പഠിച്ചിട്ടുണ്ട്. എവിടെയാ? ഇന്റർനാഷണലില് ഒരു വലിയൊരു ടോപ്പിക് പഠിച്ചിട്ടില്ലേ? ഏതാ? ഒരു ഇൻട്രസ്റ്റ് റേറ്റിന്റെ കളിയൊക്കെ വെച്ചിട്ട് പറയ്. പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി എന്ന് കേൾക്കുമ്പോ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആ സാധനം വരണം. എവിടെ? യെസ്, മുണ്ടേൽ ഫ്ലെമിംഗ് മോഡല്. അവിടെയല്ലേ നിങ്ങൾ പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, ഫിക്സ്ഡ് എക്സ്ചേഞ്ച് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് പഠിച്ചിട്ടുള്ളത്. യെസ്, നിങ്ങൾക്ക് ഈ പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി അല്ലെങ്കിൽ ഇമ്പോസിബിലിറ്റി ട്രിനിറ്റി എന്നൊക്കെ പറയുമ്പോൾ മുണ്ടേൽ ഫ്ലെമിംഗ് ആണ് എന്ന് കത്തണം കേട്ടോ. ഓക്കെ, അത് കത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കോൺസെപ്റ്റ് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ ഒന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഇൻവെസ്റ്റേഴ്സ് ക്യാൻ മൂവ് ദെയർ മണി ഈസിലി ബിറ്റ്വീൻ കൺട്രീസ് ടു ഏൺ ദ ഹയസ്റ്റ് റിട്ടേൺ. അതാണ് എന്ത്? പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഹയസ്റ്റ് റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സിന് അവരുടെ മണി ഈസിലി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അവിടെ വേറെ ബാരിയേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഇഫ് ദ ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഹയർ ദാൻ ദ വേൾഡ് ഇൻട്രസ്റ്റ് റേറ്റ്, നമ്മളിപ്പോ ഒരു വേൾഡ് ഇൻട്രസ്റ്റ് റേറ്റിനെക്കാട്ടിലും ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കൂടുതൽ എങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഫ്രം അബ്രോഡ് വിൽ മൂവ് ഫണ്ട്സ് ടു കൺട്രി, അതായത് നമ്മുടെ കൺട്രിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ ഇൻഫ്ലോ സംഭവിക്കും. ക്യാപിറ്റൽ ഇൻഫ്ലോ എന്ന് പറയുമ്പോൾ എന്താണ്? ദിസ് ഇൻക്രീസസ് മണി സപ്ലൈ. മണി സപ്ലൈ കൂടി. മണി സപ്ലൈ കൂടിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് കുറയും? നമ്മുടെ ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. ഓക്കെ, ഇത് കത്തിയോ? ഇതിപ്പോ കത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നാളെ ഇതിന്റെ ഡീറ്റെയിൽഡ് ഒരു വേർഷൻ വരാനുണ്ട്. ഏകദേശം ഓക്കെ അല്ലേ? എന്താണെന്ന്, എവിടെയാണോ ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഹൈ റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
ഓക്കെ, അപ്പം ഇന്ത്യയിലാണ് ഇപ്പം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലെങ്കിൽ ഇന്ത്യയിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. സോ നമ്മുടെ ഇവിടെ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നു. ഓക്കെ, ഇനി ഞാൻ ഓപ്പോസിറ്റ് നോക്കിക്കേ. ഇഫ് നമ്മൾ ഇവിടെയുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ലെസ് ദാൻ നമ്മുടെ വേൾഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് വിൽ മൂവ് ഫണ്ട്സ് ഔട്ട് ഓഫ് ദ കൺട്രി. അപ്പൊ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ദിസ് റെഡ്യൂസസ് മണി സപ്ലൈ ആൻഡ് റൈസസ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ എന്താക്കും? ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. ഓക്കെ, ഈ ഫ്ലോ എപ്പോ വരെ കണ്ടിന്യൂ ചെയ്യും? ഈ ഒരു പ്രോസസ് എപ്പോ വരെ നടക്കുമെന്നാണ് പറയുന്നത്? ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റും വേൾഡ് ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ ഈക്വൽ ആകുന്ന സമയത്താണ്. ഈക്വൽ ആകുന്നത് വരെ ഇത് നടക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കത്തണമെങ്കിൽ നമ്മൾ എന്തിൽ പറയണം? നമ്മുടെ ആ ഒരു മുണ്ടൽ ഫ്ലെമിംഗ് ISLM ഫ്രെയിംവർക്ക് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറയും. എന്നാലേ നിങ്ങൾക്ക് ഇത് തമ്മിലൊരു കണക്ഷൻ കിട്ടുള്ളൂ. അത് ഒരു എക്സ്ചേഞ്ച് റേറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഫ്ലെക്സിബിളിലും ഫിക്സഡിലും നമുക്കത് പറയണം. ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടിയോ? ഒരു കുറച്ച് ക്ലാരിറ്റി. യെസ്, ഓക്കെ. അപ്പം നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ച ഓപ്ഷണൽ മാച്ചിങ് എന്താ? പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി എന്ന് പറയുമ്പോൾ ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റ് പെഗ്ഡ് അറ്റ് വേൾഡ് റേറ്റ്. പെഗ്ഡ് അറ്റ് വേൾഡ് റേറ്റ് എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് അറ്റ് വേൾഡ് റേറ്റ് എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് പെഗ്ഡ് ഓർ ഫിക്സ്ഡ് അറ്റ് വേൾഡ് ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റും വേൾഡ് ഇൻട്രസ്റ്റ് റേറ്റും ഈക്വൽ ആകുന്ന വരെ ആയിരിക്കും ഈ ഒരു ഫ്ലോ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മീനിങ്. ഓക്കെ, അപ്പം ഈ ട്രേഡിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ടെക്നിക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഒരുവിധപ്പെട്ട മാച്ച് ഫോളോയിങ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ കോൺസെപ്റ്റ് ഒക്കെ നമുക്ക് ക്ലിയർ ആക്കാൻ വേണ്ടി പറ്റും. സോ ഇവിടെ ഡിവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്രീസ് ഇൻ എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ് ആണ്. ഇൻമിസറൈസിംഗ് ഗ്രോത്ത് ഹെവിലി എക്സ്പോർട്ട് ബയാസ്ഡ് ആണ്. ഇൻമിസറൈസിംഗ് ഗ്രോത്ത് കൊണ്ടുവന്നിട്ടുള്ളത് ജഗദീഷ് ഭഗവതി ആണ് 1958 ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം നമുക്ക് വരണം. പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി എന്ന് പറയുമ്പോൾ ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റ് പെഗ്ഡ് അറ്റ് വേൾഡ് റൈറ്റ്. സോ ഓപ്ഷൻ സി ഈസ് റൈറ്റ്. ഇനി ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ 2 ക്വസ്റ്റ്യൻ കൂടി കാണിക്കാം. Devaluation will improve the balance of payment deficit if the sum of elasticities of export and import of devaluing country is. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ സെയിം സാധനമാണ്. യെസ്, ഗ്രേറ്റർ ദാൻ യൂണിറ്റി. നിങ്ങൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ അല്ലെങ്കിൽ നിങ്ങൾ ഈ സിമ്പിൾ ആണെന്ന് വിചാരിക്കുന്ന ക്വസ്റ്റ്യൻ വെറുതെ എന്താ പറയാ സ്കിപ്പ് ചെയ്ത് പോവരുത് കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ എക്സാമിന് തെറ്റിക്കുക. നമ്മൾ പാടുള്ളതൊക്കെ മേ ബി ശരിയാക്കും, എന്നിട്ട് ഈ ഇങ്ങനെയുള്ള നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് കൊണ്ടിട്ട് തെറ്റിക്കും. അത് 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി 19 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. അക്കോർഡിംഗ് ടു മാർഷൽ ലോ കണ്ടീഷൻ ഫോർ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ടു ബി സ്റ്റേബിൾ if the sum of elasticities of demand for import and the demand for export should be. യെസ്, ഇവിടെ മോർ ദാൻ 1 ആണ്. ചിലപ്പം നമ്മളുണ്ടല്ലോ നമുക്ക് അപ്പൊ ഈ മോർ ദാൻ 1 ആണ് എന്നത് ഡി ഓപ്ഷൻ ഉണ്ടെങ്കിലും നമ്മളത് ഡി ഓപ്ഷൻ ആണെന്നൊന്നും അപ്പൊ കാണില്ല. നമ്മൾ ചിലപ്പോൾ അവിടെ ഈക്വൽ ടു 1 അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടേമുകൾ നമ്മളെ കുഴപ്പിക്കും. ലെസ് ദാൻ 1 മോർ ദാൻ ഒന്നും നമ്മുടെ കണ്ണിൽ അപ്പൊ പെടുകയേയില്ല. ഓക്കെ, അത് ഉറപ്പാണ്. അപ്പം ഓപ്ഷൻസ് കൃത്യമായിട്ട് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങളെ പേടിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് ഈ ലാസ്റ്റ് കുറച്ച് സമാധാനപരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദാറ്റ്സ് ഫോർ ടുഡേ. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്താ തോന്നിയത്? ഇൻട്രസ്റ്റ് റേറ്റും BOPയും വെച്ചിട്ടുള്ള കുറച്ച് കളികളായിരുന്നു. ഹെൽപ്ഫുൾ ആയിരുന്നോ അതോ കൺഫ്യൂസിങ് ആയിരുന്നോ അതോ എന്താ ഫീൽ ചെയ്തേ? നമ്മൾ കഴിഞ്ഞ 4 CRF ക്ലബിൽ നമ്മൾ തിയറീസ്, ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ, BOP കോമ്പോണൻസ് ആണ് ഡീൽ ചെയ്തത്. അത് ഏകദേശം നിങ്ങൾക്ക് പക്കയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നിങ്ങൾ അത്രയും പക്കയാണെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും പേഴ്സണലി വന്ന് മെസ്സേജ് അയച്ചതും ഗ്രൂപ്പിൽ പറഞ്ഞതൊക്കെ. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ നടത്തുന്ന ചെറിയൊരു വെടിക്കെട്ട് മാത്രമാണ്. നമ്മുടെ ഈ ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുണ്ടേൽ ഫ്ലെമിംഗ് പഠിച്ചാല് നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ മൊത്തം ക്ലിയർ ആകും. ഓക്കെ, ഇനി ഇതിലൊരു മോണിറ്ററി അപ്രോച്ചും കൂടി ഉണ്ട് നമുക്ക് BOP അപ്രോച്ചിൽ പറയാൻ വേണ്ടിയിട്ട്. അതിൽ നിന്നുള്ള ഒരു 2-3 ക്വസ്റ്റ്യൻസും കൂടെ റീസെന്റ് ഇയറുകളിൽ ചോദിച്ചിട്ടില്ല. 2016, 17, 18 അതിലൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അതും കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ BOP അപ്രോച്ചസ് നമുക്ക് കഴിയും. ഓക്കെ,
ബാക്കി മൂന്നെണ്ണം നമ്മൾ പഠിച്ചു. കെയ്ൻസിന്റെ അപ്രോച്ച് നമ്മൾ പഠിച്ചു, മാർഷൽ ലേൺ കണ്ടീഷൻസ് പഠിച്ചു, പിന്നെ ഇൻകം അബ്സോർപ്ഷൻ അപ്രോച്ച് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി മോണിറ്ററി അപ്രോച്ചും കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിയും. പിന്നെ നമുക്ക് ആ ഒരു എക്സ്ചേഞ്ച് റേറ്റ് വെച്ചിട്ടുള്ള കുറച്ച് കളികളാണ് നോക്കാനുള്ളത്, മുണ്ടേൽ ഫ്ലെമിംഗ് മോഡല്. നാളെ JRF ക്ലബ് ലാസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ എങ്ങനെയാ മോർ ദാൻ 1 എന്നോ? ഇത്ര നേരം മാർഷൽ ലേൺ കണ്ടീഷൻ പഠിച്ചത് അത് മനസ്സിലായില്ലേ? അതായത് ഡിവാലുവേഷൻ എപ്പോഴാണ് സക്സസ് ആവുക എന്നാണ് ക്വസ്റ്റ്യൻ. എപ്പോഴാ സം ഓഫ് ഇലാസ്റ്റിറ്റീസ് ഓഫ് ഡിമാൻഡ് ഫോർ ഇമ്പോർട്ട് ആൻഡ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് ഷുഡ് ബി മോർ ദാൻ 1. ഓക്കെ, നാളെ മോസ്റ്റ് പ്രോബബ്ലി JRF ക്ലബ്ബ് ഉണ്ടാകും. ഓക്കെ, നാളെ മേ ബി ഇല്ലെങ്കിൽ, കാരണം നിങ്ങൾക്ക് സൺഡേ മന്ത്ലി മോഡൽ എക്സാം ഉണ്ട്, സോ അതിന് കുറച്ചൊരു വെരിഫിക്കേഷൻ ഉണ്ട്. അല്ലെങ്കിൽ നാളെ എന്തായാലും JRF ക്ലബ്ബ് ഉണ്ടാകും. നാളെ ഇനിയിപ്പോ ഇല്ലെങ്കിൽ നമുക്ക് സൺഡേ എന്തായാലും JRF ക്ലബ്ബ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, സോ എല്ലാരും ഇപ്പൊ ഈ പറഞ്ഞുള്ള കോൺസെപ്റ്റ് നിങ്ങൾ എന്തായാലും ഇന്ന് റിവൈസ് ചെയ്യേണ്ടത് ഇമ്മിസറൈസിംഗ് ഗ്രോത്ത് തിയറി, പ്രബസിംഗർ ഹൈപ്പോത്തീസിസ്, ഫാക്ടർ വൈസ് ഈക്വലൈസേഷൻ തിയറം, റിപ്സിൻസ്കി തിയറം. ഇതില് ഈ കോൺസെപ്റ്റുകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാട്ടോ. നിങ്ങൾ എല്ലാം മറന്നു പോയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പ് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓൾസോ നമ്മുടെ ഇത് മെസ്ലർ പാരഡോക്സ്, സെക്യുലർ ഡിറ്റീരിയേഷൻ തിയറം, അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാട്ടോ. സ്റ്റോൾപ്പർ സാമ്പിൾസ് ഉണ്ട്. ലാസ്റ്റ് ക്ലാസ്സിന്റെ ടൈമിൽ തന്നെ കണ്ടക്ട് ചെയ്യുമെന്ന് വെച്ചാൽ ലാസ്റ്റ് ക്ലാസ്സിന്റെ സമയം എപ്പോഴായിരുന്നു എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നാളെ ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ ഉണ്ടല്ലോ നമ്മുടെ പേപ്പർ 2-ൻ്റെത്, നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ റിവൈസ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഫോർ ടുഡേ.